മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ സങ്കടക്കാഴ്ചയായിരുന്നു തകർന്നടിഞ്ഞ വെള്ളാർമല സ്കൂൾ. പുന്നപ്പുഴയുടെ തീരത്തെ പ്രകൃതിരമണീയമായ വിദ്യാലയമാണ് ഒറ്റ രാത്രി കൊണ്ട് ദുരന്തഭൂമിയായി മാറിയത്. പിന്നീട് വെള്ളാർമല സ്കൂൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. ഇതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ 12 ക്ലാസ് മുറികളുടെയും 16 ശുചിമുറികളുടെയും നിർമ്മാണം പുരോഗമിക്കുന്നത്. കരാറുകാരുടെയും എഞ്ചിനീയർമാരുടെയും ദേശീയ സംഘടനയായ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് 3 കോടി രൂപ ചെലവിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടേതായിട്ട് ഡിസൈനിലല്ല, ഗവൺമെൻറ് പറയുന്ന ഡിസൈനിൽ. അത് ഗവൺമെൻറ്റിൻ്റെ LSTD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സൂപ്പർവിഷനിലാണ് ഈ വർക്കുകൾ മുഴുവൻ നടക്കുന്നത്. അവർ പറയുന്ന സ്ട്രക്ചറൽ ഡിസൈനും എല്ലാ സ്പെസിഫിക്കേഷനും, അത് ഇതിൻ്റെ സേഫ്റ്റിക്ക് യാതൊരു കോട്ടം വരാത്ത രീതിയിൽ, ഫിറ്റ്നസ്സിന് യാതൊരു പ്രശ്നം വരാത്ത രീതിയിലാണ് ഇവിടെ പണിതിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന 8 ക്ലാസ് റൂമുകളും 10 ശുചിമുറികളും ദിവസങ്ങൾക്കുള്ളിൽ കൈമാറും. ബാക്കി 4 ക്ലാസ് മുറികളുടെയും 6 ശുചിമുറികളുടെയും നിർമ്മാണം ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാക്കും. വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 550 വിദ്യാർത്ഥികളാണ് നിലവിൽ പരിമിതമായ സൗകര്യങ്ങളിൽ പഠിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്കായി 2 കോടി രൂപ ചെലവിൽ ആധുനിക ഹോസ്റ്റൽ നിർമ്മിക്കാനുള്ള പദ്ധതിയും ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.